ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം നമുക്ക് മഴയൊക്കെ കുറഞ്ഞിട്ടാണല്ലേ ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ റോസുകൾക്ക് ചെയ്യുന്ന കുറച്ച് കെയറിങ് ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തടുത്ത മാസങ്ങളിൽ നമുക്ക് റോസൊക്കെ നിറയെ പൂത്ത് കിട്ടും. അപ്പം അതിനു വേണ്ടി നമ്മളിപ്പോഴേ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൂടുകയും ചെയ്യും. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു, നമ്മുടെ റോസൊക്കെ ഒരു വല്ലാത്തൊരു ഇലയൊക്കെ പൊഴിഞ്ഞൊരു അവസ്ഥയിലായിരിക്കും ഉള്ളതല്ലേ. ഇപ്പോൾ തന്നെ എൻ്റെ ഈ റോസുകളൊക്കെ കാണുന്നില്ല, പൂക്കൾ നിറയെ ഉണ്ടാകുന്നുണ്ടെങ്കിലും റോസൊന്നും കാണാനൊരു ഭംഗിയില്ല. ലീഫെല്ലാം പൊഴിഞ്ഞ്, ആ മഴയുടെ സമയത്ത് ലീഫൊക്കെ കുറേ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കണം. പൂക്കളുണ്ടാകുന്നുണ്ട്, പക്ഷേ ഇത് റെഡ് പിനാക്കിയാണ്. എനിക്ക് കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു റോസാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോരോ പൂക്കളാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ഞാൻ കുറച്ച് ജൈവവളമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനെല്ലാം. അപ്പം റോസിൻ്റെ ചുവടുകൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. പുല്ലുകളോ പഴുത്ത ഇലകളോ ഒന്നും വീണിങ്ങനെ കിടക്കാതെ ചുവടുകളൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ കുറേ റോസുകളുടെ ഫംഗലാക്രമണം, അതുപോലെയുള്ള ചീഞ്ഞു പോക്ക്, അങ്ങനെയുള്ളതൊക്കെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ ഫംഗിസൈഡ് ഉപയോഗിക്കുക, വളങ്ങൾ കൊടുക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും, നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ പുതിയ തളിർപ്പൊക്കെ വന്ന് മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്നില്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ റോസും ഒന്നും ആക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ഇതെൻ്റെ ഒരു അന്നേഡോപ്പറി റോസാണ്. അപ്പോൾ ഇത് ഒരു നശിച്ചു പോകുന്ന ഒരു ഇതുപോലെ ആയായിരുന്നു, വല്ലാണ്ട് പിന്നെ തണ്ടെല്ലാം ഒരു ബ്ലാക്ക് കളർ വന്നിട്ട്. അപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ രക്ഷപ്പെടുത്തി എടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് പുതിയ തളിർപ്പും മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ റോസുകൾക്ക് ഇട്ട് കൊടുക്കുന്നത്. മഴക്കാലത്ത് ഞാൻ ജൈവവളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുവടൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് എൻ്റെ ചെടികളുടെ എല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ പോയിട്ട് ഇങ്ങനെ പഴുത്ത ഇലകൾ പറിച്ചു കളയും. ചുവട്ടിൽ എന്തെങ്കിലുമൊക്കെ പുല്ലുകളൊക്കെ കിളുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ കളയും. അപ്പോൾ ഞാൻ ചുവടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ വളം, ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അടുത്ത വളം യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ മുട്ടത്തോട് പൊടിച്ചത്, അതേപോലെ ചായപ്പൊടിയുടെ മട്ടുണ്ടല്ലോ, ചായയാക്കിയ, അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോസ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നത്. അപ്പോൾ ഇതെല്ലാത്തിനും ഒന്ന് ഞാൻ ഇങ്ങനെ ചുവടിളക്കി കൊടുത്തിട്ട് വളമിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ 4-5 ദിവസമായിട്ട് നല്ല മഴയില്ലാത്ത ഒരവസ്ഥയാണ്, മഴ കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിന് വളമിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നോക്കിയില്ല, കഞ്ഞിവെള്ളം, അതുപോലെ അരി കഴുകിയ വെള്ളം, പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴുകിയത്, അരിക്കൂട്ടൊക്കെ ആക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കഴുകിയ വെള്ളമൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ മഴക്കാലത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല. വേനൽക്കാലത്ത് ആകുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തൊരു ബക്കറ്റിലെടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളവുമായിട്ട് കൂട്ടി ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വളമിട്ട് കഴിഞ്ഞ് എല്ലാത്തിനും ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് എനിക്കെന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ നല്ല മഴയുള്ള സമയത്തും വളം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മഴ കുറച്ച് കുറഞ്ഞ സമയത്ത് വളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ചെടിയൊക്കെ പുതിയ തളിർപ്പും മൊട്ടും ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഫംഗലാക്രമണം വരുന്നതല്ലേ. അപ്പം ഞാൻ കൂടുതലായിട്ടും എക്സോഡസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അല്ല എങ്കിൽ നീം ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് പിന്നെ നന്നായിട്ട് ഈ ഫംഗലാക്രമണം നന്നായത്, അതായത് കുരുടിപ്പ്, ഇലയൊക്കെ ഇങ്ങനെ ബ്ലാക്കിൽ വരിക, പിന്നെ മൊട്ടൊക്കെ കരിഞ്ഞു പോകുന്ന പോലെ വരിക, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് എക്സോഡസ് ആണ് യൂസ് ചെയ്യുന്നത്. നീം ഓയിൽ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നീം ഓയിൽ കൊണ്ട് പോകുന്ന കാണാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒന്ന് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് അടുത്ത വെള്ളം DAPയോ അല്ലെങ്കിൽ NPKയോ എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ ഒരു കൃത്യമായ ഇടവേളകളിൽ വളം കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പൂക്കളുടെ കാലമാണ് വരുന്നതല്ലേ. ആ ഒരു സമയത്ത് നമ്മുടെ റോസ് നിറയെ പൂക്കളായിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ കുറേയൊക്കെ പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും മഴക്കാലത്തിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞോടെ ലീഫുകളൊക്കെ കുറവാണ്. ഇതെല്ലാം ഇനിയൊന്ന് ഹെൽത്തി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം
ഈ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്